മഹാരാജ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നിതിലൻ സോമനാഥൻ എന്ന് പറഞ്ഞ ഡയറക്ടറെ കുറിച്ച് സംസാരിക്കാം. നിതിലൻ 2017 ഒരു സിനിമ എടുത്തിട്ടുണ്ട്, കുരങ്ങ് ബൊമ്മൈ. ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കാണണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വയലൻസും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു കിടിലൻ ക്രൈം ത്രില്ലർ സിനിമ. നിങ്ങൾ ആ സിനിമ ഒന്ന് കണ്ടിട്ട് അതിന്റെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം. ഇനി മഹാരാജയിലേക്ക് വരാം. മഹാരാജ എന്ന് പറഞ്ഞാൽ വിജയ് സേതുപതി ചെയ്ത കഥാപാത്രത്തിന്റെ പേരാണ്. പുള്ളി ഒരു ബാർബറാണ്, ഒരു ബാർബർ ഷോപ്പ് നടത്തുന്നു. പുള്ളിക്ക് പ്രത്യേകിച്ച് ആളുകളോട് കുറച്ച് കമ്മിറ്റ്മെന്റ്സും പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല. വീട്, കട വീട് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി. ഒരു മകളുണ്ട്. രണ്ടുപേരും കൂടെ ഒരു വീട്ടിൽ താമസിക്കുന്നു. ഒരു സമയത്ത് പുള്ളി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നിട്ട് പറയുന്നു, പുള്ളിയും മകളും വീട്ടിലില്ലാത്ത സമയത്ത് കുറെ ആളുകൾ അതിക്രമിച്ച് കയറി പുള്ളിയുടെ വീട്ടിൽ ലക്ഷ്മിയെ കാണുന്നില്ല. ഈ ലക്ഷ്മി എന്താണ് എന്നുള്ളതാണ് ഈ സിനിമയിലെ ഒരു ഫൺ പാർട്ട്. ലക്ഷ്മി ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം പോലീസുകാർ ഈ കേസ് എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല, അവർ തയ്യാറാകുന്നില്ല. അങ്ങനെ പുള്ളി മഹാരാജ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കാണിച്ച് ലാസ്റ്റ് പോലീസുകാർ സമ്മതിക്കുകയും അവരുടെ ഒരു അന്വേഷണവുമാണ് ഇതിന്റെ ഒരു ബേസ്. വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമയാണ്. എൻ്റെ അമ്മ, ഇയാൾ എന്ത് മനുഷ്യനാണ്! ഒരു സിനിമയിലുണ്ടല്ലോ പുള്ളിയോടുള്ള സ്നേഹം നമുക്കിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതായത് ഈ മഹാരാജ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ഒരു മനുഷ്യൻ, ഒരു പാവത്താനായിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് മഹാരാജ എന്നല്ലാതെ വേറെ ഒരു ക്യാരക്ടറും നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ല. അത്ര നൈസായിട്ടാണ് പുള്ളി ആ റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചെറുപ്പകാലം കാണിക്കുന്നുണ്ട്, കുറച്ച് ട്രിമ്മൊക്കെ ആയി വേറൊരു മാൻഡ്രസ് ഒക്കെ പിടിച്ച് ആണ് പുള്ളി അതിൽ കാണിച്ചിരിക്കുന്നത്. അവിടെയും സൈലന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം. നേരെ കുറെ നാൾക്ക് ശേഷം ശരീരമൊന്നും ശ്രദ്ധിക്കാത്ത വളരെ കാഷ്വൽ ആയിട്ടുള്ള മനുഷ്യനായിട്ട് മാറുന്ന സമയത്ത് കുറച്ച് വണ്ണമൊക്കെ വെച്ച് ഷേവ് ഒന്നും ചെയ്യാതെ വേറൊരു ഒരു മാൻഡ്രസും ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ പിടിച്ചിട്ടുള്ള രീതിയിലാണ് പുള്ളി ഇത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ക്യാരക്ടേഴ്സിനെയൊക്കെ വെൽ പ്ലേസ്ഡ് ആണ്. ചെറിയ ചെറിയ റോളുകളിൽ വന്ന ആക്ടേഴ്സ് വരെ അവരുടെ റോള് മനോഹരമായിട്ട് ചെയ്തു. ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയത് കുറച്ച് നെഗറ്റീവ് റോളിൽ വന്ന അനുരാഗ് കാശ്യപിന്റെ ഒരു റോളാണ്. എനിക്ക് പുള്ളി ഒരു മിസ്കാസ്റ്റ് ആയിട്ട് തോന്നി. പുള്ളിക്കാരൻ വേറെ ആരെങ്കിലും മതിയായിരുന്നു. കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടന്റ് കഥാപാത്രമായ സമയത്ത് കുറച്ചുകൂടി പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരാളെ കൊണ്ടുവരാമായിരുന്നു. പിന്നെ ഡബിങ്ങും പരിപാടികളൊക്കെ വേറെ ചെയ്ത് ഇവർ മാനേജ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അനുരാഗ് കാശ്യപിന്റെ പെർഫോമൻസിനോട് എനിക്ക് ഒരു ഇഷ്ടം തോന്നിയില്ല. മമത മോഹൻദാസും അഭിരാമിയും സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് വരുന്നിട്ടുണ്ട്. അതിൽ അഭിരാമിയുടെ കഥാപാത്രം നൈസായിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മമതയ്ക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലെങ്കിലും അവരും റോള് മര്യാദയ്ക്ക് ചെയ്തു. പിന്നെ വിജയ് സേതുപതിയുടെ മകളായിട്ട് വരുന്ന ഒരു കുട്ടിയുണ്ട്, സൂപ്പറാണ്, നല്ലൊരു ആക്ടറാണ് പുള്ളിക്കാരി. വിജയ് സേതുപതി മകളുമായിട്ടുള്ള സീൻസിലൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് അത് ചിത്രീകരിക്കാനും സംവിധാനം സാധിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ വളരെ ഒരു പാവത്താനായിട്ടുള്ള ഒരാളെ കഥ പറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സെറ്റിലായിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. ഭയങ്കര ബഹളങ്ങളും കാര്യങ്ങളും ഇല്ലാതെ ഒരു നോർമലി പോകുന്നൊരു ഫസ്റ്റ് ഹാഫ്. പിന്നെ പതിയെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് കുറെ ക്യാരക്ടേഴ്സിന്റെ ട്രാൻസ്ഫർമേഷനും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കഥയുടെ ടോട്ടലി ഉള്ള ട്വിസ്റ്റ് പരിപാടികളും കുറച്ച് വയലൻസും കുറച്ച് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സിനിമ വേറെ മൂഡിലേക്ക് പോവുകയാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരു തിയേറ്റർ വാച്ച് സിനിമയാണ്. തിയേറ്ററിൽ കണ്ടാൽ ഒരു കിടിലൻ ഫീൽ കിട്ടുന്ന സിനിമയാണ്. കുട്ടികളായിട്ട് പോകുന്നതിന് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാര്യം അത്ര വയലൻസ് ആണ്. ചില സീനുകൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണുപൊത്തി പോകുന്ന രീതിയിലുള്ള വയലൻസ് ആണ് സിനിമയിൽ കാണിക്കുന്നത്. ബ്ലഡ് ഷെഡും പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് സ്ലോ പേസിൽ വന്ന് കഥ ടേൺ ചെയ്യുന്ന ടൈപ്പിലുള്ള സിനിമയാണ്. അപ്പോൾ ആ രീതിയിൽ കുറച്ച് സമാധാനമായിട്ടിരുന്ന് കണ്ടാലേ നമുക്ക് ഒരു ഫീൽ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങളത് കണ്ടു നോക്ക്. കണ്ടിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. അപ്പം ഓക്കെ.